ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ അനാമിക നയനയുടെ മുഖത്ത് നോക്കി ഒരു ഒറ്റ ഒന്ന് കുടിക്കുന്നുണ്ട്. തല്ലാൻ ലൈസൻസ് കൊടുത്ത ദേവ്യാനിയും നയനയെ തല്ലിയത് കണ്ട് പകച്ചു നിൽക്കുകയാണ്. ഇതെങ്ങാനും മുത്തശ്ശൻ അറിഞ്ഞാലോ? പിന്നെ എന്താവും ഉണ്ടാവുക? അനാമികയ്ക്ക് ഇനി ആ വീട്ടിൽ സ്ഥാനം ഉണ്ടാകുമോ? എന്തായാലും ഈ കാര്യം മുത്തശ്ശൻ അറിയുന്നുണ്ട് കേട്ടോ. ഇതറിഞ്ഞ മുത്തശ്ശൻ എല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു കടുത്ത തീരുമാനം എടുക്കാണ്. ആ തീരുമാനമാണ് ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ ഹൈലൈറ്റ്. എന്തായാലും നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികയാണ്. അനാമികയുടെ അടുത്തേക്ക് രേവതി വരുന്നുണ്ട്. മോളെ. ആ അമ്മയോ? എന്താ അമ്മേ? അതെ മോളെ, ഞാൻ വീട്ടിലോട്ട് പോയാലോ? അവിടെയാണെങ്കിൽ നിന്റെ അച്ഛൻ ഒറ്റയ്ക്കുവാ. അച്ഛൻ ഒറ്റയ്ക്കായിട്ടായിരിക്കില്ല, അമ്മയ്ക്ക് അവിടെ എത്തിയിട്ട് വേണം ബാക്കിയുള്ളവരോട് പൊങ്ങച്ചം പറഞ്ഞ് നടക്കാൻ. ഓ, അതെങ്കിലും നടക്കട്ടെ. ഇവിടെ നിന്ന് കുറച്ച് പൊങ്ങച്ച അവിടെ ചെന്ന് പറയണം. അത് പറയുമ്പോ എന്തൊരു അന്തസ്സാന്നറിയാം മോളെ. ഹോ, ഇപ്പൊ തന്നെ അത് ആലോചിച്ചിട്ട് കുളിർക്കുന്നു. അവിടെ ചെന്ന് അതെങ്കിലും നടക്കും. ഇവിടെ നിന്നിട്ട് എന്തിനാ ഈ മതിൽക്കൂട്ടിനുള്ളിൽ ഇങ്ങനെ കഴിയാന്നല്ലാതെ? അമ്മേ, എല്ലാത്തിനും കാരണം കിളവനാ. അയാൾ പറഞ്ഞതമ്മ കേട്ടില്ലേ? അയാൾ ഉള്ളിടത്തോളം കാലം ഈ സ്വത്ത് ഭാഗം വെക്കലൊന്നും നടക്കില്ല. അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും ആ വൃത്തിയേട്ട നയനയെ മതി. അപ്പൊ രേവതി പറയുന്നുണ്ട്, എന്റെ മോളെ, അവളെ പഠിച്ച കള്ളിയാ. ദേ വരുന്ന് 100 ആയുസാ. അവളുടെ വരവ് കണ്ടിട്ട് കഴുത്തിന് നെക്കി കൊല്ലാനാ അമ്മ എനിക്ക് തോന്നുന്നത്. ദേ മോളിപ്പ അങ്ങനെ തെറ്റായ രീതിയിൽ ഒന്നും ചിന്തിക്കേണ്ട. എന്തായാലും നയന മുന്നിലൂടെ പോകുമ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് സമാധാനം കിട്ടുമോ? അപ്പൊ രേവതി വിളിക്കുന്നുണ്ട്, എടി പെണ്ണെ എന്ന്. നയന മൈൻഡ് കൊടുക്കാതെ നടന്നോണ്ട് കേട്ടോ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അനാമിക നയനയുടെ കൈ പിടിച്ച് വലിച്ചിട്ട് പറയുന്നുണ്ട്, എടി നിന്നെ എന്റെ അമ്മ വിളിക്കുന്നേ. അപ്പൊ രേവതി പറയുന്നുണ്ട്, എന്താടി വിളിച്ച കേട്ടില്ലേ നീ? അപ്പൊ നയന പറയുന്നുണ്ട്, ഓ നിങ്ങൾ വിളിച്ചിരുന്നോ? എന്താ ഞങ്ങളെ കളിയാക്കുവാണോടി? ഞാൻ ആരെയും കളിയാക്കിയില്ല. എന്റെ അച്ഛനും അമ്മയും എനിക്ക് നല്ലൊരു പേരിട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാലോ. പിന്നെന്തിനാ പേരറിഞ്ഞോണ്ട് വെച്ച് എടി പൊടി എന്നൊക്കെ വിളിക്കുന്നത്? പിന്നെ നീ എന്തിനാ എന്നെ അങ്ങനെയൊക്കെ വിളിക്കുന്നത്? നിന്റെ അമ്മ വിളിക്കുന്നത് പോട്ടേന്ന് കരുതാം. നിന്റെ അമ്മയ്ക്ക് ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനാ കൊടുക്കുന്നത്, അതുകൊണ്ട് അവരെന്തെങ്കിലും വിളിക്കട്ടെ. പക്ഷെ നീ എൻ്റെ ഇളയതാ, എന്നിട്ട് നീ എന്തിനാ എന്നെ എടിയെന്നൊക്കെ വിളിക്കുന്നത്? അങ്ങനെയൊക്കെ വിളിക്കാവോ അനാമിക? അപ്പൊ അനാമിക പറയുന്നുണ്ട്, അമ്മേ പറഞ്ഞത് കേട്ടോ, എൻ്റെ അമ്മയെ അവളുടെ അമ്മയെ പോലെ കാണുന്നു. ഞാൻ കേട്ടു മോളെ. എടി നാണം കെട്ടവളെ, നിന്റെ അമ്മയുടെ സ്ഥാനത്ത് എന്നെ എന്തിനടി കാണുന്നത്? ഊരും പേരും ഇല്ലാത്ത അഴിഞ്ഞാടി നടക്കുന്ന നിന്റെ അമ്മയെ പോലെ ആണോടി ഞാൻ? അപ്പൊ നയന പറയുന്നുണ്ട്, ദേ സൂക്ഷിച്ച് സംസാരിച്ചോളണം. ആഹാ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടി? എനിക്ക് നിങ്ങളുടെ 2 പേരും ഒന്നും ചെയ്യണമെന്നില്ല. എന്നാലും നിങ്ങൾ ഓരോന്ന് പറയുമ്പോഴും അതിന്റെ അർത്ഥത്തിന്റെ ഗൗരവം മനസ്സിലാക്കണം. പറഞ്ഞ വാക്കൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. നീ കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട. നീ കാരണം എൻ്റെ മോൾക്കിപ്പോൾ ജീവിക്കാൻ പോലും പറ്റുന്നില്ല ഈ അനന്തപുരിയിൽ. ഇവിടുത്തെ മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെയും സ്നേഹം നീ മാത്രം തടങ്കലിലാക്കി വെച്ചേക്കാണല്ലോ. അങ്ങനെയൊന്നുമില്ല. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആരെയും ആ പാവം മുത്തശ്ശിയും തിരിച്ചും സ്നേഹിക്കും. ഞാൻ അവർക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊടുക്കുന്നത്. അതുപോലെ അനാമികയും കൊടുത്താൽ അവർ തിരിച്ചും അങ്ങോട്ട് അതുപോലെ തന്നെ കാണിക്കും. അല്ലാത്തവരോട് അത് തുറന്നു പറയാനും അവർക്ക് മുന്നിൽ മുഖം തിരിക്കാനും അവർക്ക് 2 പേർക്കും ഒരു മടിയുമില്ല. അറിയാടി, നീ എന്തോ മന്ത്രം ജപിച്ച് വിഷം കലർത്തി അവരുടെ ഉള്ളിലെത്തിച്ചിട്ടുണ്ടെന്ന്. നിങ്ങളുടെ മോൾക്ക് അതിൻ്റെ ആവശ്യം കാണും, പക്ഷെ എനിക്കതിൻ്റെ ആവശ്യമില്ല. ആവശ്യമില്ലായിട്ടാണോടി നീ ഇവിടുത്തെ ആണുങ്ങളൊക്കെ വശീകരിച്ച് വെച്ചേക്കുന്നത്? ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്താ ഞങ്ങൾ അനാവശ്യം പറഞ്ഞത്? ഇവിടുത്തെ ആണുങ്ങളല്ലേ നിനക്ക് കൂട്ട്. നിന്റെ ഈ തൊലിവെളുപ്പും സൗന്ദര്യം വെച്ച് നീ അവരെ അങ്ങ് വശീകരിച്ചെടുത്തു. എന്തിനു പറയണം, എൻ്റെ മോളുടെ ഭർത്താവിനെ പോലും. ഒന്നുമില്ലെങ്കിൽ നിന്നേക്കാളും ചെറുപ്പമല്ലേടി അനിക്ക്. ഇത് കേട്ടപ്പോൾ നയനക്ക് വല്ലാണ്ട് അങ്ങ് ഫീൽ ആവട്ടോ. നയനയുടെ മനസ്സിൽ വല്ലാണ്ട് അങ്ങ് കുത്തി കയറുകയാണത്. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞു നേക്കാം. എന്ത് വൃത്തിയായിട്ട് നാടകവും കളിക്കാൻ ഒരുങ്ങി വന്നവരെ അമ്മയും മോളും എനിക്ക് നന്നായിട്ട് അറിയാം. ഒന്നോർത്താൽ നിങ്ങൾക്ക് നല്ലതാ. നിങ്ങളുടെ മോൾ ഇവിടെ ജീവിക്കാനുള്ളതാ. ഈ മോൾക്ക് സന്തോഷത്തോടെ ഒരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള സംസാരം ഒഴിവാക്കുന്നതാ നല്ലത്. മോളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ ഞാനിത് പറയുന്നത്. കള്ളങ്ങൾ കാണിച്ചും പ്രവർത്തിച്ചും ജീവിക്കുന്ന നിങ്ങളുടെ മോളുടെ ജീവിതം എന്നും ആനന്ദപുരിയിലെ തുലാസിലാ. അത് താഴാതെ നോക്കേണ്ടത് അമ്മയുടെയും മോളുടെയും കൂടി കടമയാ. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, നിങ്ങളുടെ ഈ വൃത്തിയായിട്ട് നാവുകൊണ്ട് വരുന്ന കാര്യങ്ങൾ കേട്ടല്ലേ ഇവള് പഠിച്ചത്. അപ്പം നിങ്ങളെക്കാൾ ഒന്നിനൊന്ന് മെച്ചമാവുന്നുള്ളത്. ഇങ്ങനെയൊന്നും പറയണമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചതല്ല. പക്ഷെ നിങ്ങൾ എന്നെക്കൊണ്ട് പറയിപ്പിച്ചു. നിങ്ങളാണ് നിങ്ങളുടെ മോളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. അപ്പം അനാമിക പറയുന്നുണ്ട്, എടി നീ എന്തടി പറഞ്ഞത്? എൻ്റെ അമ്മയെ പറയുന്നോ? ഇതും പറഞ്ഞ് അനാമിക ഒരൊറ്റ ഒന്ന് നയനയുടെ കവളത്ത് വെച്ച് കൊടുക്കാട്ടോ. ആ അടി കിട്ടിയപ്പോൾ തന്നെ നയന കലങ്ങിയ കണ്ണോട് കൂടിയിട്ട് സഹതാപത്തോടെ അനാമിക ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ. അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് ദേവ്യാനി വരുന്നത്. ദേവ്യാനി തന്നെ ആകെ അങ്ങ് ഷോക്കായി പോവാണ്. അയ്യോ മോളെ, എന്താ മോളെ ഇത്? വല്യമ്മേ, ഞാൻ എന്തും സഹിക്കും, പക്ഷെ എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല. അതേ ചേച്ചി, എന്നെ പരിഹസിക്കാവുന്നതിലപ്പുറം എന്നെ അവൾ പരിഹസിച്ചു. ഇനി ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എൻ്റെ മാനത്തിന് ഇവള് വിലയിട്ടത്. എൻ്റെ മാനെ ഇവള് പിച്ച് ചീന്തി. അപ്പൊ നയന പറയുന്നുണ്ട്, അയ്യോ അമ്മേ മിണ്ടരുത്. 1000 തവണ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടി
അനാമിക മോളുടെയും അനാമിക മോളുടെ അച്ഛൻ്റെയും അമ്മയുടെ കാര്യത്തിൽ നീ കയറി ഇടപെടരുതെന്ന്. പിന്നെ നീ എന്തിനാടി ഇവരോട് സംസാരിക്കാൻ നിൽക്കുന്നത്? അമ്മ എപ്പോഴെന്തിനാ ഇവർ പറയുന്ന മാത്രം വിശ്വസിക്കുന്നേ? പിന്നെ ഞാൻ ആരാടി വിശ്വസിക്കേണ്ടത്? കല്യാണത്തിന്റെ ദിവസം കല്യാണപ്പെണ്ണിന് പകരം മുഖം മറച്ച ആളുകളെ പറ്റിച്ച് കതിർ മണ്ഡപത്തിൽ കയറിയ നിന്നെയോ? എന്തായാലും നയന വളരെ സങ്കടപ്പെട്ട് ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ദേവേനെ പറയുന്നുണ്ട്, എന്തിനാടി നാണമില്ലാതെ അടിയും കൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? എങ്ങോട്ടെങ്കിലും പോ. ഇത് കേട്ടപ്പോ തന്നെ നയനയ്ക്ക് വല്ലാതെ അങ്ങ് സങ്കടമാവുകയാണ് കേട്ടോ. നയനെ വിഷമിച്ചോണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. വളരെ വിഷമിച്ചോണ്ട് നയനെ പോകുന്ന പോക്ക് അനി കാണുന്നുണ്ട് കേട്ടോ. ഏട്ടത്തി, എന്നാ ഈ വിളിയൊന്നും നയന കേൾക്കുന്നില്ല കേട്ടോ. നയനയുടെ മനസ്സിൽ അത്രത്തോളം സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളാണല്ലോ ഉണ്ടായത്. നയന വിഷമിച്ചുകൊണ്ടാണ് പോകുന്നത്. വീണ്ടും അനി വിളിക്കുന്നുണ്ട് ഏട്ടത്തിന്ന്. എന്നാൽ ഇതൊന്നും നയന കേൾക്കുന്നില്ല. അല്ല, ഏട്ടത്തിക്ക് എന്തു പറ്റി? ഏട്ടത്തി കരയുന്നുണ്ടല്ലോ. ഇനി ആ അനാമിക അവളുടെ അമ്മയും കൂടി താഴെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? പറയാൻ പറ്റത്തില്ല. അവളുടെ അമ്മ വന്നാലാ അവൾക്ക് കുറച്ച് പത്തിയുയർത്തൽ കൂടുതൽ. എന്തായാലും ഏടത്തി വിഷമിച്ചോട്ടാ പോയത്. ഏടത്തിയുടെ അടുത്തേക്കൊന്ന് ചെന്ന് നോക്കാം. ഇതും പറഞ്ഞ് അനി നയനയുടെ അടുത്തേക്ക് പോവാട്ടോ. നയന പോകുന്നത് മുകളിലെ ബാൽക്കണിയിലേക്കാട്ടോ. അനിയാണെങ്കിൽ അതിന്റെ പിന്നാലെ ചെല്ലുന്നുണ്ട്. പിന്നാലെ പോയിട്ട് ഏട്ടത്തി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഏട്ടത്തി, ഏട്ടത്തി എന്തിനാ കരയുന്നേ? ഏട്ടത്തി ഇത് എന്തു പറ്റി? ഏയ് ഒന്നുമില്ല അനി. എന്തോ പ്രശ്നമുണ്ട്. അല്ലാതെ ഏട്ടത്തി ഇങ്ങനെ വിഷമിച്ചിരിക്കില്ല. അല്ല, ഏട്ടത്തിയുടെ കവളത്തെന്തോ ഒരു പാട് നോക്കട്ടെ. അയ്യോ, ഇതാരും അടിച്ചതാണല്ലോ. ആദർശേട്ടൻ ഏട്ടത്തി തല്ലിയോ? ഒന്നുമില്ല അനി. അനി ഇപ്പൊ ചെല്ല്. അങ്ങനെ ചെല്ലാൻ പറ്റില്ല. ആരാ ഏട്ടത്തിയെ തല്ലിയത്? ആദർശേട്ടനാണോ? എന്തെങ്കിലും ഒന്ന് പറ ഏട്ടത്തി. എപ്പോഴും ഇങ്ങനെ ഏട്ടത്തി എന്തിനാ എല്ലാരും തല്ലുന്നത്? ഏട്ടത്തി എന്ത് തെറ്റാ ചെയ്തത്? പറ ഏട്ടത്തി. നയനേട്ടത്തി ആരാ തല്ലിയത്? ആദർശേട്ടനാണോ? എനിക്കറിയാലോ. ആദർശേട്ടൻ ഇപ്പൊ എന്നോട് വലിയ ഇഷ്ടാ. അതുകൊണ്ട് ആദർശേട്ടൻ അങ്ങനെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ആദർശേട്ടൻ അല്ലെങ്കിൽ പിന്നെ വല്യമ്മ. അല്ല, പിന്നെ എൻ്റെ അമ്മയോ? അതും അല്ല അനി. പിന്നെ ആരാ ഏട്ടത്തി? നയനാണെങ്കിൽ വിങ്ങി പൊട്ടി കരയാണ് കേട്ടോ. അത് ചോദിച്ചപ്പോൾ തന്നെ എന്താ ഏട്ടത്തി, എന്താ ഒന്നും പറയാതെ കരയുന്നത്? അനാമികയുടെ അമ്മ ഏട്ടത്തിയെ തല്ലിയോ? ആരൊക്കെ എന്നെ തല്ലിയാലും എനിക്ക് വിഷമമില്ലായിരുന്നു. പക്ഷെ ഞാൻ അനിയത്തിയെ പോലെ കാണുന്ന മതി ഏട്ടത്തി. എനിക്ക് മനസ്സിലായി ആരാ തല്ലിയതെന്ന്. അവളല്ലേ ആ അനാമിക. ആ വൃത്തിയായിട്ടവളെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കിയില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം കിട്ടില്ല. ഹനി പ്ലീസ് മോൻ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഏട്ടത്തിയെ ഞാൻ കാണുന്നത് എൻ്റെ അമ്മയ്ക്ക് തുല്യമായിട്ടാ. ആ ഏട്ടത്തി അവൾ തല്ലിയെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഭാര്യ വേണ്ട. ഇതും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് അനി അവിടുന്ന് അനാമികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പം നയന ഇങ്ങനെ മനസ്സിൽ കരുതുന്നത്, ഈശ്വര ഇനി എന്തൊക്കെയാ ഉണ്ടാവുക? ഞാൻ പറയാൻ പാടില്ലായിരുന്നു. എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാനത് പറഞ്ഞു പോയല്ലോ. അനിയാണെങ്കിൽ ദേഷ്യം പിടിച്ചുകൊണ്ട് മുറിയിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അനാമികയാണെങ്കിൽ മിറർ നോക്കി മുടിയിങ്ങനെ വാരിക്കൊണ്ടിരിക്കുകയാണ്. ആഹാ, എൻ്റെ ഭർത്താവാണെന്ന് പറയപ്പെടുന്നവൻ വന്നോ? അതെ, ഞാൻ നിന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കാൻ വന്നതല്ല. എനിക്ക് നിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. നയനേടത്തിക്ക് എന്താ പറ്റിയത്? വഴി കൂടെ പോകുന്നവർക്കൊക്കെ എന്താ പറ്റിയെന്ന് അന്വേഷിക്കലാണോ എൻ്റെ പണി? നയനേടത്തി അങ്ങനെ വഴി കൂടെ പോകുന്ന ഒരാളല്ലേ എനിക്ക്. ഞാൻ എൻ്റെ അമ്മയ്ക്ക് തുല്യം കാണുന്ന ഒരാളാ. അതിനിപ്പോൾ ഞാൻ എന്ത് വേണം? ഇടി, നീ നയനേടത്തിയെ തല്ലിയോ? തല്ലി. വെറുതെ ഒന്നും അല്ല, എൻ്റെ അമ്മയെ അവർ അനാവശ്യം പറഞ്ഞിട്ടാ. ഇടി, നിനക്കെന്താടി പ്രാന്തുണ്ടോ? പ്രായത്തിന് മുതിർന്നവരെ വായി തോന്നി വിളിക്കുക, അവരെ തല്ലുക. നീ എന്തൊക്കെ അനാമികയെ ചെയ്യുന്നത്? ഇതൊക്കെയാണ് നിന്റെ അച്ഛനും അമ്മയും നിന്നെ പഠിപ്പിച്ചത്? അതെ, ന്യായത്തിന്റെ പക്ഷത്ത് മാത്രമേ എൻ്റെ അച്ഛനും അമ്മേനോട് നിൽക്കാൻ പറയാറുള്ളൂ. അല്ലാത്തവർ വയസ്സിന് മുതിർന്നവരാണെങ്കിലും അവരെ പറഞ്ഞു തിരുത്തണം. അതിന് പറ്റിയില്ലെങ്കിലേ ചിലപ്പോൾ കൈ ഉയർത്തേണ്ടി വരും. ഏതായാലും നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇത്ര പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന ഞാൻ സ്വപ്നത്തെ പോലും കരുതിയില്ല. എന്താ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായിക്കോളും. കുറച്ചുകൂടി കഴിഞ്ഞാലേ ഈ വിവരം ആദർശേട്ടൻ അറിയും. അത് പിന്നെ ചോദിക്കാനോ പിടിക്കാനൊക്കെ നിൽക്കും. പിന്നെ ഇത് മുത്തശ്ശൻ അറിയും. മുത്തശ്ശൻ അറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുകയെന്നറിയാലോ. ഞാൻ പോലും എടുക്കേണ്ട തീരുമാനം മുത്തശ്ശൻ തീരുമാനം എടുത്തോളൂ. അനി, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? മുത്തശ്ശൻ ഒരാളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ നയനേടത്തിയെ നോവിച്ചെന്നറിഞ്ഞ, അല്ല നീ നോവിച്ചെന്നറിഞ്ഞ, പിന്നെ മുത്തശ്ശൻ നിനക്ക് എന്ത് സമ്മാനം തരുമെന്ന് കണ്ടു തന്നെ അറിയണം. അമ്മയ്ക്കും മോക്കും ഞാനൊരു ഉപദേശം തരാം. നിങ്ങൾ ഇനിയെങ്കിലും ആ നയനേടത്തിയെ കണ്ടു പഠിക്കും. അല്ലാതെ ഇതുപോലെ ഓരോ ഏണി എടുത്ത് തലയിൽ കീറ്റി വെക്കാതെ. പിന്നെ ഇതിന് നിന്റെ കവളത്ത് എനിക്ക് തിരിച്ചടിക്കാൻ അറിയാഞ്ഞിട്ടല്ല. അങ്ങനെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ ഇപ്പം നടന്ന കാര്യങ്ങൾക്കൊരു പ്രസക്തിയില്ല. എല്ലാം ചൂടാറി തണുക്കും. അതുകൊണ്ട് ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കേണ്ടത് ആദർശേട്ടനും മുത്തശ്ശനാ എന്നും പറഞ്ഞ് അനി ദേഷ്യപ്പെട്ട് അവിടുന്ന് പോവാട്ടോ. അനാമികയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാവുന്നുണ്ട്. ഒരു വാക്ക് മറുത്ത് പറയാൻ പറ്റുന്നില്ല. ഇനി നല്ല കിടലൻ എപ്പിസോഡാണ് കേട്ടോ. അതായത് മുത്തശ്ശൻ അറിയുന്നുണ്ട്, ആദർശാണ് ആദ്യം അറിയുന്നത്, അതിനുശേഷം മുത്തശ്ശൻ അറിയുന്നുണ്ട്. ഇനി നല്ല കിടലൻ അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ആ എപ്പിസോഡൊക്കെയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്തേക്കുക, നെക്സ്റ്റ് എപ്പിസോഡൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.